ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങൾ പലതുകൊണ്ട് കാലങ്ങൾ നഷ്ടപ്പെടുത്തിയവരുണ്ട്. കാലങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചോളാമായിരുന്നു, നഷ്ടപ്പെട്ടു പോയല്ലോ. നഷ്ടപ്പെടുത്തിയവർ അനേകം ആളുകൾ പലതും നഷ്ടപ്പെട്ടവരാണ്. സുഖം നഷ്ടപ്പെട്ടവർ, ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യം നഷ്ടപ്പെട്ടവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, സ്നേഹം നഷ്ടപ്പെട്ടവർ, ഇതെല്ലാം തിരികെ കിട്ടുകയില്ലേ? നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുകയില്ലേ? നിങ്ങളാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുകയില്ലേ? കിട്ടും, സത്യം കിട്ടും. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടും, ഉറപ്പ്. ആര് തരും? ക്രിസ്തു തരും. യേശു ക്രിസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ മടക്കിത്തരും, നഷ്ടപ്പെട്ട കാലങ്ങൾ മടക്കിത്തരും. മദ്യവെച്ച് പൈസ മുഴുവൻ നശിപ്പിച്ചെങ്കിലും ഇനിയും നിനക്കൊരു നല്ല കാലം വരും. നിൻ്റെ മദ്യപാനം മാറും, നിൻ്റെ കുടുംബം സമാധാനമായി തീരും, നീ നിൻ്റെ ഭാര്യ ഒരുമിച്ച് സന്തോഷമായി കഴിയും. ഇന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി വലയുന്ന നിൻ്റെ ഭാര്യ ആനന്ദത്തോടെ നീ ഒപ്പം ഇരുന്ന് സ്തുതിക്കാൻ തുടങ്ങും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ഇന്ന് കൂലിത്തലിന് പോയ നിൻ്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും, നീയോ ആത്മീയ കൂട്ടായ്മയിലേക്ക് വരുന്ന ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കാലുവെട്ടാനും കൈവെട്ടാനും എല്ലാമായി നീ വിധ്വംസക പ്രവർത്തനത്തിന് വേണ്ടി പോയ നിൻ്റെ കാലുകൾ, അതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് നീ ഒരു പുതിയ മനുഷ്യനായിത്തീരും. ഇതെല്ലാം നടക്കും. നിൻ്റെ കുടുംബം സ്വസ്ഥതകളായിത്തീരും. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ മടക്കി കിട്ടും. ഒന്നേ ഒന്ന് വേണം, യേശുവേ ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവേ ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ. പ്രാർത്ഥിക്കണം. യേശുവേ ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ. പ്രാർത്ഥിച്ചത് ഒരു കുരുടനാണ്. വായിക്കാം, 18-ാം അധ്യായത്തിൽ ലാസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നിടത്തോളം വായിക്കാം. അവൻ യെരിഹോവിനെ അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്നവൻ ചോദിച്ചു. നസറായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്, കുരുടനാണ്. ശ്രദ്ധിച്ചാൽ കാണാം, അവൻ ബാല്യം മുതലേ കുരുടനല്ല, ജന്മനാ കുരുടനല്ല. കുറേ കാലം കണ്ണുകാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ കാഴ്ച നഷ്ടപ്പെട്ടു. രോഗമാണോ അതോ വല്ല ആക്സിഡൻറ്റ് വന്നതാണോ എന്നൊക്കെ അറിയാൻ പാടില്ല. അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇന്ന് അവൻ്റെ ജീവിതം അന്ധകാരപൂർണ്ണമാണ്. അവൻ തല ഉയർത്തിയാൽ ഒന്നും കാണില്ല. അവൻ കണ്ണ് തുറക്കുന്നത് പോലെ തുറക്കാൻ ശ്രമിച്ചാലും ഒന്നും കാണുകയില്ല. കണ്ണിൻ്റെ സജീവത പോയി, കണ്ണ് നിർജീവമായി, കണ്ണ് ഫലശൂന്യമായി, കണ്ണ് അന്ധകാരം നിറഞ്ഞു. എന്ത് ദയനീയമായ ചിത്രമാണ്, ദയനീയമായൊരനുഭവം. കണ്ണുകാഴ്ച നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ അവിടെ അവന് ചെയ്യാവുന്ന ജോലി ഇത്രയേ ഉള്ളൂ, ഇരക്കുക. ഇരന്നുകൊണ്ടെന്നാണ് പറയുന്നത്. ഇരന്നുകൊണ്ട് എന്ന് വെച്ചാൽ യാചിച്ചുകൊണ്ട്, യാചകനായിരിക്കുകയാണ്. അതോ അന്ന് ഏറ്റവും ആൾത്തിരക്കുള്ള തെരുവീതിയാണ് യെരിഹോവിൻ്റെ തെരുവ്. അന്ന് രണ്ട് എരിഹോ ഉണ്ട്, 1 മൈലിൻ്റെ അകലത്തിൽ. ഒന്ന് പഴയ എരിഹോ, മറ്റൊന്ന് പുതിയ എരിഹോ. പഴയ എരിഹോ ഇപ്പോൾ അത്ര തന്നെ ജനപ്പെരുപ്പമില്ല. ഹെരോദ രാജാവ് എരിഹോ പുതുക്കി ഒരു പുതിയ പട്ടണം പണിതു. പുതിയ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ എല്ലാം ഈ പുതിയ എരിഹോയിലേക്കായി. അവിടെയാണ് ജനപ്പെരുപ്പം. ആ ജനപ്പെരുപ്പമുള്ള, ജനത്തിരക്കുള്ള തെരുവീതിയിൽ ഈ കുരുടൻ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്, അവരിൽ നിന്ന് ഭിക്ഷ കിട്ടുന്നുണ്ട്. അവനൊരു ഉടുപ്പ് ഒരു പുതപ്പ് പൊതിച്ചുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. യാചകൻ, പാവം, ദരിദ്രൻ, സാധു അവനോട് ഇരിക്കുകയാണ്. അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കാം. ആളുകൾ കൂട്ടത്തോട് നടന്നു പോകുന്ന ശബ്ദം, ഒരു മർമ്മര ശബ്ദമുണ്ട്. അതെന്താണ്? അവൻ ശ്രദ്ധിച്ചു. ആ ശബ്ദത്തിനൊരു സുഖമുണ്ട്, ഏതോ ഒരു മധുര സ്വരമുണ്ട്. എന്താണത്? അത് സ്തുതിയാണ്. യേശുവിൻ്റെ കൂടെ പോകുന്ന ജനം സ്തുതിച്ചുകൊണ്ട് പിന്നാലെ പോവുകയാണ്. ആ സ്തുതിക്കുന്നതിന് ആരും കുറ്റം പറയുന്നുണ്ടോ? അതൊന്നും ആ ജനത്തിന് വിഷയമല്ല. സ്തുതിക്കുന്നത് ഈ തലമുറയ്ക്ക് ചേരാത്തതാണോ? അതൊരു വിഷയമല്ല. സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയുന്നത് ഇത് ആരെങ്കിലും എതിർക്കുമോ? അതും വിഷയമല്ല. അവിടെ ഹൃദയത്തിൽ ആനന്ദം അലതല്ലുകയാണ്. അവിടെ ഹൃദയത്തിൽ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. സന്തോഷം നിറഞ്ഞപ്പോൾ സ്തുതിക്കുന്നു, സന്തോഷം നിറഞ്ഞപ്പോൾ സ്തുതിയുടെ പാട്ട് പാടുന്നു. അങ്ങനെ ആനന്ദത്തിൽ നിറഞ്ഞ് ആ ജനം യേശുവിൻ്റെ കൂടെ തിരക്കായി പോവുകയാണ്.
യേശു നടുക്ക് പോകുന്നു, ജനം പിന്നാലെ പോകുന്നു. വലിയൊരു ജനക്കൂട്ടം യെരിഹോവിൻ്റെ തെരുവിൽ കൂടി മന്ദം മന്ദം നീങ്ങുകയാണ്. ആരവാരം അവൻ കേട്ടു. അവനടുത്ത് ആരും പ്രത്യേകിച്ച് കാണാൻ വയ്യല്ലോ. പക്ഷെ ചോദിച്ചു, ഇതെന്ത്? എന്താണ് ശബ്ദം? ഇതെന്ത്? ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, ഒരാരവാരം കേൾക്കാം. ഇതെന്ത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതെന്ത്? ഇതൊരു പുതിയ സഭയായിരിക്കുമോ? അതോ ഇത് സഭ മാറ്റാനുള്ള തന്ത്രമായിരിക്കുമോ? അതോ യോഹന്നാൻ സാറിന് രൂപ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കുമോ? ഇതെന്ത്? എന്നാ ഈ പരിപാടി? ആർക്കും പിടികിട്ടുന്നില്ല. ഇതെന്ത്? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതൊന്നുമല്ല. ഇതൊരു പുതിയ സഭയല്ല. ഇതൊരു സഭ മാറ്റമല്ല. സമുദായം മാറ്റമല്ല. ഒരു സഭയോട് എതിരില്ല. എല്ലാ സഭകളെയും ആദരിക്കുന്നു. സഭയിൽ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെക്കുറിച്ചും ആദരവുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ഇവിടെ കത്തോലിക്ക സഭയിലുള്ളവരുണ്ട്, യാക്കോബായ സഭയിലുള്ളവരുണ്ട്, ഓർത്തഡോക്സ് സഭയിലുള്ളവരുണ്ട്, മാർത്തോമാ സഭയിലുള്ളവരുണ്ട്, CSI സഭയിലുള്ളവരുണ്ട്, ജ്ഞാനായ സഭയിലുള്ളവരുണ്ട്, ഇവാഞ്ചലിക്കൽ സഭയിലുള്ളവരുണ്ട്, പെന്തിക്കോസ് സഭയിലുള്ളവർ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദറൻ ചർച്ചിലുള്ളവരുണ്ട്, പ്രസ്ബിറ്റീരിയൻ സഭയിലുള്ളവരുണ്ട്, ബാപ്റ്റിസ്റ്റ് സഭയിലുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാണ് വരുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആരെല്ലാമോ വരുന്നു. കാരണം ഇതിൽ പ്രത്യേക മെമ്പർഷിപ്പില്ല. ഇതിൽ വരുമാനമായിട്ട് ആരോട് പൈസ പോലും ചോദിക്കുന്നില്ല. പൈസ പിരിക്കാനുള്ള ഒരു കൂട്ടായ്മയല്ലിത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആർക്കെങ്കിലും ഇത്രയേറെ ജനം വന്ന് കൂടിയിട്ടുണ്ടല്ലോ, ആർക്കെങ്കിലും പറയാമോ ഇവരെ ഈ കൂട്ടരെ യോഹന്നാൻ സാറോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഞങ്ങളോട് പൈസ ചോദിച്ചു എന്ന് പറയാൻ പറ്റുമോ? നെവർ ഉണ്ടാവില്ല. ചോദിച്ചിട്ടില്ല, ചോദിക്കുകയും. അങ്ങനെ പൈസ പിരിക്കുന്ന പരിപാടിയില്ല. ഇതെന്ത്? ആളുകൾക്ക് അത്ഭുതം. ഇതെന്ത്? എങ്ങനെ ഇതൊക്കെ നടക്കുന്നു? എന്തൊരാഘോഷം, എന്തൊരാരവാരം! പലരും കാഴ്ചക്കാരായി കയറി വരുന്നു. ഇതെന്ത്? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർ പറയുകയാണ്, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. പറഞ്ഞു, നസ്രായനായ യേശു കടന്നു പോകുന്നു. ഇവൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, കാരണം കാഴ്ചയില്ലല്ലോ. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. യേശു കണ്ണുകുടന് കാഴ്ച കൊടുക്കുന്നവനാണ്. യേശു തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നവനാണ്. യേശു 12 കൊല്ലമായി രക്തവാർച്ചയുള്ള സ്ത്രീക്ക് രക്തവാർച്ച മാറ്റി കൊടുത്തവനാണ്. ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടേയുള്ളൂ. അപ്പോൾ ക്ഷണത്തിൽ അവിടെ രക്തവാർച്ച നിന്നുപോയി. 18 കൊല്ലം കൂനി നടന്ന സ്ത്രീയുടെ മുതുക് നിവൃത്തിയവനാണ് യേശു. യേശു തൊട്ടേയുള്ളൂ, മുതുക് നിവർന്നു. 38 കൊല്ലം തളർന്നു കിടന്ന മനുഷ്യൻ, ബേഥസ്ദാ കുളക്കരയിൽ കിടന്ന മനുഷ്യന് യേശു എന്ന് അവനോട് നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചേ ഉള്ളൂ, അവൻ സൗഖ്യമായി. ദൈവത്തിന് സ്തോത്രം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. ഗലീല ഡിസ്ട്രിക്റ്റിൽ അനേക അത്ഭുതങ്ങൾ നടന്നു. യെരൂശലേമിൻ്റെ പരിസര പ്രദേശത്ത് ഏതാണ്ട് 200 നാഴിക ചുറ്റളവിനുള്ളിൽ അത്യത്ഭുതങ്ങളാണ് നടന്നത്. ഇത് അവനും കേട്ടു. ആളുകൾ പറയുന്നത് കേട്ടു. ആളുകൾ പല പല അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടു. അനേകർക്ക് സൗഖ്യം കിട്ടിയ കാര്യം കേട്ടു. അതിശയങ്ങൾ നടക്കുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി യേശുവിൻ്റെ പിന്നാലെ ചെല്ലുന്നു. ഇതെല്ലാം അവൻ കേട്ടു. അതുകൊണ്ട് അവൻ അപ്പോൾ എന്ത് ചെയ്തു? നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു. നിലവിളിക്കാൻ അവസരം കിട്ടിയപ്പോൾ നിലവിളിച്ചു. ആളടുത്ത് ഉള്ളപ്പോൾ നിലവിളിച്ചു. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ വിളിച്ചപേക്ഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവൻ വിളിച്ചപേക്ഷിപ്പീൻ. കണ്ടെത്താവുന്ന കാലം ഇപ്പോഴാകുന്ന സുപ്രഭാതകാലം, ഇപ്പോൾ തന്നെ രക്ഷാദിവസം. ഇന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു ദിവസം നിങ്ങൾ കടന്നുപോയി അക്കരെ ചെല്ലുമ്പോൾ മനസ്സിലാകും, അന്ന് യേശു വന്നിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, പക്ഷേ സത്യം, യേശു ക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മറവിലാണ് ഈ ബലഹീന മനുഷ്യനിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുകയില്ല, കുരിശേ നിങ്ങൾ കാണുകയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മറവിൽ എന്നെ ഒളിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെ കണ്ടാൽ എന്ത് പ്രയോജനം? ഞാൻ നിങ്ങളെപ്പോലെ ആവശ്യക്കാരനായൊരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, ബലഹീന മനുഷ്യൻ. എനിക്കുമുണ്ട് പോരായ്മകൾ. എന്നെ കണ്ടെന്ത് പ്രയോജനം? പക്ഷേ ഞാൻ മറഞ്ഞിരിക്കുന്നത് അത്യുന്നതിൻ്റെ മറവിലാണ്. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നു. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. പിറകിൽ മറഞ്ഞിരിക്കുകയാണ്.
പിറയിൽ മാറിയിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അതാണ് പ്രാർത്ഥന. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. നിന്റെ ദാസനെ നിന്റെ ശക്തി തന്ന് നിന്റെ ദാസീരപുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കൊണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം തരണമേ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് യേശുവാണ്. നിങ്ങളുടെ ഇടയിൽ കൂടി നടക്കുന്നത് യേശുവാണ്. യേശു സുസ്മേരവദനായി നിങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ്. ചിലർ ഈ വചനം കേട്ട് ഹൃദയം കുളിർക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. ചില ഹൃദയത്തിൽ യേശുവിൻ്റെ സ്വരം മുഴങ്ങുന്നത് കൊണ്ട് അനേകർ ഉള്ളം ആനന്ദിച്ച് കുളിർമയോടിരുന്ന് കേൾക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. അവരെ തൊടുവാൻ കർത്താവിൻ്റെ കരം നീട്ടുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ പൊന്നു തൊങ്ങൽ ഞാന്ന് കിടക്കുന്നത് നിങ്ങൾ ചിലർ ഉരുമി പോവുകയാണ്. നിങ്ങളുടെ ചില രോഗങ്ങൾ മാറുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, വെറും വ്യാമോഹിപ്പിക്കാൻ പറയുകയല്ല, രോഗങ്ങൾ മാറുകയാണ്, ആകുലങ്ങൾ നീങ്ങുകയാണ്, ഭാരങ്ങൾ മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വലിയ കനം തൂങ്ങിയ ചുമടുകൾ മാറിപ്പോവുകയാണ്. ചുമലിൽ ചുമടുമായിട്ടാണ് നിങ്ങൾ വന്നത്. ഹെവി ബേഡൻസ്, വലിയ ഭാരമേറിയ ചുമടുമായിട്ടാണ് നിങ്ങൾ വന്നത്. ഈ ചുമടുകളെല്ലാം താഴെ വയ്ക്കുകയാണ്. അതല്ല യേശു ക്രിസ്തു ചുമലിലേക്ക് യേശു ഏറ്റെടുത്ത് വയ്ക്കുകയാണ്. നിങ്ങളുടെ ചുമല് ഇനിയും ഭാരം ചുമക്കണ്ട, യേശു ചുമന്നുകൊള്ളൂ എന്നാണ് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ് പറയുന്നത്. ആശ്വസിപ്പിക്കാൻ യേശു വന്നിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അധ്വാനിക്കുന്നവരെ ചേർത്തിണയ്ക്കുകയാണ്. മനസ്സ് ഉഷ്ണിച്ചിരിക്കുന്നവരെ ചേർത്തിണയ്ക്കുകയാണ്. ആനന്ദം പകരുകയാണ്, സമാധാനം നിറയുകയാണ്, സന്തോഷം തിങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവേ, ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ നിലവിളിച്ചു. തക്ക സമയത്ത്, അടുത്ത് കിട്ടിയ സമയത്ത്. ഭാഗ്യവാൻ, അവൻ്റെ അടുത്തുകൂടി യേശു പോകുന്നുണ്ടല്ലോ. എത്രയോ അവസരങ്ങൾ യെരിഹോവിൻ്റെ തെരുവിൽ അവൻ നിരന്നുകൊണ്ടിരുന്നവനാണ്. എന്നാൽ ഇന്നാണ് അവന് ഒരു ചാൻസ് കിട്ടിയത്. ഇന്നാണ് യെരിഹോവിൻ്റെ തെരുവിൽ കൂടി യേശു പോകുന്നത്. സ്നേഹിത, ഇന്ന് നിൻ്റെ അരികത്തൂടെ യേശു പോകുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവളെ, നിൻ്റെ അരികത്തൂടെ യേശു നടന്നു പോകുന്ന ദിവസമാണ്. എൻ്റെ പ്രിയ സഹോദര, നിൻ്റെ അരികത്തൂടെ യേശു നടന്നു പോകുന്ന സമയമാണ്. മോനെ, നിൻ്റെ അരികത്തൂടെ യേശു നടന്നു പോകുമ്പോൾ നീ വിളിച്ചു കൊള്ളണം, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന്. യേശുവേ, ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവൻ തെരുതെരെ വിളിക്കുകയാണ്, യേശുവേ, ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഇങ്ങനെ നിരന്തരം വിളിക്കുകയാണ്, ശബ്ദം ഉയരുകയാണ്. അപ്പോൾ യേശുവിൻ്റെ കൂടെ മുൻപേ നടക്കുന്ന ചിലർ, യേശുവിനോട് ചേർന്ന് നടക്കുന്നവർ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. അവൻ ശാസിച്ചു, മിണ്ടരുത്, ഒച്ച വയ്ക്കരുത്, അവിടെ എങ്ങനെ ഇരിക്കുക. ഓരോരുത്തരും എന്തെങ്കിലും പറഞ്ഞു കാണും. ശാസിച്ചു. പാവം, പലരും ശാസിക്കും. മുൻ നടക്കുന്നവർ ശാസിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ഉന്നത സ്ഥാനത്തുള്ളവർ ശാസിച്ചെന്ന് വരും. ഇത്തിരി പ്രാമാണിത്വമുള്ളവർ ശാസിച്ചെന്ന് വരും. അധികാര ഗർവുള്ളവർ ശാസിച്ചെന്ന് വരും. അധികാരത്തിൻ്റെ മതമന്ധത കൊണ്ടവർ, മതാന്ധത അതുകൊണ്ടവർ ശാസിച്ചെന്ന് വരും. അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകണ്ട, മിണ്ടാതിരിക്കുക. ഇതൊന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ല. ഇവിടെ മിണ്ടാതിരിക്കാൻ ശാസിക്കുന്നവരുണ്ട്. മിണ്ടല്ലേ എന്ന് പറയും. നീ സ്തുതിക്കണ്ട, നീ വചനം കേൾക്കണ്ട, നീ സാക്ഷ്യം പറയണ്ട, നീ അങ്ങോട്ടെങ്കിലും പോകണ്ട. ഇവിടെ നമുക്കൊരു സഭയുണ്ട്, നമുക്കൊരു പള്ളിയുണ്ട്, പിന്നെ എന്തിനായി കൂട്ടായ്മയ്ക്ക് പോകണം? എന്ത് മണ്ടത്തരമാണ് നീ കാണിക്കുന്നത്? നമുക്ക് പുരാതനമായൊരു സഭയല്ലേ, പൗരസ്ത്യ സഭയല്ലേ, പുരാതനമായ പാരമ്പര്യമുള്ള സഭയല്ലേ, പിന്നെ എന്തിന് ഒരു കൂട്ടായ്മയിലേക്ക് പോകണ്ട. ശാസിക്കുന്നവരുണ്ട്, ശാസിക്കും. പക്ഷേ പാവം, അവൻ നിർത്തുമോ? അവൻ ആവശ്യക്കാരനല്ലേ, അവന് കണ്ണുകാഴ്ച കിട്ടണ്ടേ? ഇവർ ഈ പറഞ്ഞുകൊണ്ട് ശാസിച്ചാലും അവരെ കൊണ്ട് ഉപകാരം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. എന്ത് ഉപകാരം ചെയ്യുന്നത്? അവൻ്റെ ആത്മാവിന് ഉപകാരം ചെയ്യാൻ വല്ലതും പറ്റുമോ അവരെ കൊണ്ട്? ഈ ശാസിക്കുന്നവർ മുന്നടക്കുന്നവരാണ്, യേശുവിനോട് ചേർന്ന് നടക്കുന്നവരാണ്. പക്ഷേ അവർ ശാസിക്കുമ്പോൾ അവരെന്തിനാണ് തടയുന്നവരറിയുന്നില്ല. ആരെയാണ് തടയുന്നറിയുന്നില്ല. പാവപ്പെട്ടവനെന്ന് രക്ഷപ്പെടട്ടെ എന്നവരെല്ലാവരും അവരുടെ ചിന്ത. പാവപ്പെട്ടവൻ രക്ഷപ്പെടട്ടെ, സാധുവായ മനുഷ്യനൊരു സമാധാനം കിട്ടട്ടെ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, വഴിതെറ്റിപ്പോയി ചെറുപ്പക്കാർ മടങ്ങി വരട്ടെ, വഴിതെറ്റി ജീവിതം പാഴാക്കുന്ന ചെറുപ്പക്കാർ സുബോധമുള്ളവരായി തീരട്ടെ, കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളായി പോകുന്ന യുവാക്കന്മാരൊന്ന് മാറി വരട്ടെ, സ്വഭാവം മാറട്ടെ. അത് നല്ലതല്ലേ? അതല്ല അവർ ചിന്തിക്കുന്നത്. മിണ്ടരുത്, ഒന്നും മിണ്ടരുത്, അങ്ങോട്ട് പോകരുത്, ആ കൂട്ടായ്മയിൽ പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. അടുത്ത വാക്യം. അവനോ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്
ഏറ്റവും അധികം നിലവിളിച്ചു. ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. പിന്നെയും നിലവിളിക്കുക, ഉറക്കം നിലവിളിക്കുകയാണ്. കാരണം അവൻ ആവശ്യക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ആവശ്യക്കാരനാണ്. അവന് ആരെല്ലാം തടഞ്ഞാലും അവൻ നിൽക്കിയില്ല. അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം. കാരണം യേശു അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ ഒക്കില്ലല്ലോ. അവൻ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് വിളിക്കാവുന്ന ദൂരത്തേക്ക് അപ്പുറം യേശു പോയാൽ പിന്നെ എന്തു ചെയ്യും? അതുകൊണ്ട് അവൻ ഇപ്പോൾ കാര്യം നടന്നു കിട്ടണം. അവൻ ഉച്ചത്തിൽ വിളിച്ചു, യേശുവേ ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോഴേക്ക് യേശു അവിടെ നിന്നു. എന്തൊരത്ഭുതം! ഒരു പാവപ്പെട്ടവൻ്റെ എളിയ നിലവിളി കേട്ട് നിൽക്കുന്നതിനാണ് യേശു. യേശുവിന് മുഖപക്ഷമില്ല. യേശുവിന് മുഖപക്ഷമില്ല. ഒരു സാധു, ഒരാവശ്യക്കാരൻ ഇരുന്ന് കരഞ്ഞാൽ അവൻ കേൾക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പറയാമോ, കർത്താവേ എൻ്റെ മദ്യപാനം ഒന്ന് മാറ്റിത്തരണമേ? പറയാമോ? പറയൂ നിങ്ങൾ, എൻ്റെ കർത്താവേ എൻ്റെ വീട്ടിലെ കലഹം ഒന്ന് മാറ്റിത്തരണമേ. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ചില നീരസവും പരിഭവവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഹൃദയമായി, ഒരു മനസ്സായിരിക്കാൻ, അങ്ങനെ ഒന്ന് ഏകോപിപ്പിക്കാൻ, ഒരു ഐക്യത്തിലേക്ക് വരാൻ കർത്താവേ നീ പ്രവർത്തിക്കണമേ. ഞാൻ എൻ്റെ പക്ഷത്തുള്ള തെറ്റ് ഞാൻ തിരുത്തും കർത്താവേ. ഞാൻ ന്യായീകരണം ഒന്നുമില്ല, ഞാൻ തെറ്റ് തിരുത്തും. എൻ്റെ പക്ഷത്ത് തെറ്റ് തിരുത്തും. എനിക്ക് ന്യായീകരണമൊന്നും ഉണ്ടാവില്ല. ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് കോപം വന്നത്, ഞാനത് പറയില്ല. ഇന്നതുപോലെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കോപം വന്നത്, അത് ഞാൻ പറയില്ല. അതൊക്കെ ന്യായീകരണങ്ങളാണ്. ഞാൻ കോപിച്ചു എന്നുള്ളതാണ് സത്യം. കർത്താവേ അത് തെറ്റുപറ്റിപ്പോയി, എനിക്ക് കോപം വന്നുപോയി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് നീരസം വന്നുപോയി, എന്നോട് ക്ഷമിക്കണം. കർത്താവേ ഇനിയും അത് വരില്ല, ഞാൻ സൂക്ഷിച്ചോളാം. നിങ്ങൾക്ക് പറയാമോ അത്? അങ്ങനെ പറയുമ്പോൾ കാണാം, ഏത് ഹീനപാതകം പോലും നിങ്ങളിൽ തെറിച്ചു പോകും, മാറും. കഞ്ചാവ് മാറും, മയക്കുമരുന്ന് മാറും, കൊള്ളരുതാത്ത ചീത്ത കൂട്ടുകെട്ടുകൾ മാറും, അഴുക്ക് ബന്ധങ്ങൾ മാറും, അസഭ്യ ജീവിതം മാറും, അശ്ലീല ജീവിതം മാറും, ഏറ്റവും പരിഹാസ്യമായ ജീവിതം മാറും. ജീവിതം സാരവത്തായിത്തീരും. ജീവിതം ആത്മീയ മൂല്യമുള്ളതായിത്തീരും, മൂല്യവത്തായിത്തീരും. ദൈവത്തിന് സ്തോത്രം. വിലയേറിയതായിത്തീരും. അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. യേശു അവിടെ നിന്നു. നിലവിളി കേട്ട് നിൽക്കുന്നതിനാണ് യേശു. നിങ്ങൾ ഒരു കാര്യം പഠിക്കാമോ? പറഞ്ഞു തരാം, ലളിതമായി പറഞ്ഞു തരാം. ചെറിയ കാര്യം. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വേറെയും പോകണ്ട, ഈറ്റയില കൊണ്ട് മേഞ്ഞ വീടാകട്ടെ, മഴ നനഞ്ഞ് ഒലിക്കുന്ന വീടാകട്ടെ, മഴ നനയുമ്പോഴേക്കും പാത്രം കൊണ്ടുവന്ന് വെച്ച് മഴവെള്ളം അത് പാത്രത്തിൽ വീടില്ലെങ്കിൽ അവിടെ മണ്ണ് തറ കുഴിഞ്ഞു പോകും, അങ്ങനെയുള്ള വീടാകട്ടെ, സാരമില്ല. അല്ല, ഒരു വാടക വീടാകട്ടെ, സാരമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു മുറിയുടെ ഒരു മൂലയ്ക്കൽ എവിടെയെങ്കിലും ഒരല്പ സ്ഥലം, ഒരാൾക്ക് ഇരിക്കാൻ എന്തൊരു നേരം സ്ഥലം വേണം, ഇരുന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ ഉള്ളു തുറന്ന് നിന്നോട് പറയുകയാണ്, എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നിന്ന ആവശ്യങ്ങളുണ്ട്. എൻ്റെ സ്വഭാവം ഇത്രയും കാലം മോശമായിരുന്നു. എനിക്കൊരു നല്ല സ്വഭാവമുള്ളതിനായി തീരാൻ ആഗ്രഹമുണ്ട്. എനിക്ക് സ്നേഹമായി തീരാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വിശ്വാസിയായി തീരാൻ ആഗ്രഹമുണ്ട്. അറിഞ്ഞും അറിയാതെയും തെറ്റുകളൊക്കെ വന്നുപോയി. അതൊന്ന് എണ്ണി പറയാൻ തുടങ്ങിയാൽ തീരില്ല കർത്താവേ. അത്രമാത്രം തെറ്റുകൾ സംഭവിച്ചു പോയി. കർത്താവേ, നീ എന്നോട് മനസ്സറിയണം. എൻ്റെ പാവങ്ങളെല്ലാം നീ ക്ഷമിച്ചു തരണം. അതിനുവേണ്ടിയാണല്ലോ നീ കുരിശിൽ മരിച്ചത്. എൻ്റെ പാവം കഴുകാനാണല്ലോ നീ തിരുരക്തം ചിന്തിയത്. എൻ്റെ പാവജീവിതം കഴുകി വെടിപ്പാക്കാനാണല്ലോ തിരുരക്തം നീ ചിന്തിയത്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പൊക്കിന് ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നീ എൻ്റെ അരികിലേക്ക് വന്ന് നിൻ്റെ ആ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വയ്ക്കണം. കർത്താവേ, എന്നെ നീ ഒന്ന് കഴുകണം. എന്നെ നിൻ്റെ മകനാക്കി തീർക്കണം. കർത്താവേ, സ്വർഗീയ പൗരത്വം എനിക്ക് തരണം. അതിനായി എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണം. ഇന്നു മുതൽ കർത്താവേ, ഞാൻ നിൻ്റെ മകനായി ജീവിച്ചു കൊള്ളാം. ഇത്രയും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ആരും മാറി നിൽക്കേണ്ട, ആരും നിരാശരാകേണ്ട. എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് സംശയിക്കേണ്ട, എനിക്ക് നല്ല കാലം കിട്ടുമോ എന്ന് പേടിക്കേണ്ട. ഉണ്ട് മോനെ, നിനക്ക് നല്ല ഭാവി കാലം, ശുഭകാലം നിന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. നിന്നെ പ്രതീക്ഷിച്ച് ശുഭകാലം നിൽക്കുകയാണ്. നിന്നെ പ്രതീക്ഷിച്ച് ഭാവി കാലം നിൽക്കുകയാണ്. അനുഗ്രഹീതമായ ഭാവി, ശോഭനമായ ഭാവി നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. നിൻ്റെ അരികത്തേക്ക് കർത്താവ് വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപ നിന്നെ തേടി വരികയാണ്. അത് നീ വീട്ടിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. അല്ല, ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ദാവീദുപുത്രാ
എന്നോട് കരുണ തോന്നണമേ. നാഥ, നീ കടന്നു പോകുന്നതിന് മുൻപ് യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരുണ തലമേൽ വെച്ച് തിരക്തന തലമേൽ പുരട്ടി എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ, എന്നെ നിൻ്റെ മകളാക്കി തീർക്കണമേ. യേശുവേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ, കറകളെല്ലാം കഴുകണമേ, തിന്മകളെല്ലാം മാറ്റണമേ, അശുദ്ധിയെല്ലാം നീക്കണമേ, എന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുന്നു എന്നോട് വാക്ക് പറയുന്നു. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കുന്നു എന്നോട് വാക്ക് പറയുന്നു. ഇത്രയും കാലം പാഴായി പോയല്ലോ കർത്താവേ, ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയല്ലോ കർത്താവേ. ഇന്ന് എൻ്റെ യേശുനാഥ, നീ എൻ്റെ അരികിലേക്ക് വരണമേ, എന്നെ നീ ഒന്ന് തൊടണമേ കർത്താവേ. എന്നെ സൃഷ്ടിച്ച കരവെന്നെ തൊടണമേ, എന്നെ മെനഞ്ഞുണ്ടാക്കിയ കരവെന്നെ തൊടണമേ, എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കരവെന്നെ തൊടണമേ, ഇത്രയും കാലം എന്നെ പരീക്ഷിച്ച കരവെന്നെ തൊടണമേ. ഇത്രയും കാലം എന്നെ കാത്ത് പരിപാലിച്ച് എൻ്റെ മരണത്തെ മാറ്റി തന്ന് എന്നെ ഇത്രയും കാലം ആയുസ് തന്ന ആ സ്വർഗീയ കരവെന്നെ തൊടണമേ. ഇപ്പോൾ എന്നെ തൊടണമേ, ഇപ്പോൾ തന്നെ എന്നെ തൊടണമേ, ഇപ്പോൾ തന്നെ എൻ്റെ മേലുള്ള നിൻ്റെ അത്ഭുത കൃപ വ്യാപരിക്കണമേ, എന്നെ നിൻ്റെ കൃപയിൽ പൊതിയണമേ, അത്ഭുത ശക്തി എൻ്റെ മേൽ ഇറങ്ങണമേ, സ്വർഗീയ കൃപാവരൻ്റെ മേൽ ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ എൻ്റെ മേൽ പകരണമേ, അത്ഭുത ശക്തിയാൽ നീ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മ നല്ലവരെ എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തൈലം എൻ്റെ മേൽ പുരട്ടണമേ. ഹാലലൂയ, 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 ഹാലലൂയ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്, നിങ്ങൾ യാചിക്കേണ്ട സമയമാണിത്. നിങ്ങൾ യാചിക്കൂ, ദൈവത്തോട് അപേക്ഷിക്കൂ. യേശുവേ, നിൽക്കണമേ കർത്താവേ, ഒന്ന് നിൽക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ തൊടണമേ. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു നിന്നു. യേശു നിന്നു എന്ന് ഇവൻ അറിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അടുത്ത വാക്യം, അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവനെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞു. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കർത്താവ്. ഒരുപക്ഷെ ശിഷ്യന്മാരായിരിക്കും പോയത്. അവനെ കൊണ്ടുവരാനായിട്ട് ശിഷ്യന്മാർ ചെന്നു. അവനെ അടുക്കലേക്ക് കൊണ്ടുവരികയെന്ന് പറഞ്ഞു. അവൻ ശിഷ്യന്മാരവൻ്റെ കരത്തിൽ പിടിച്ച്, അവൻ കണ്ണുകാഴ്ചയില്ലാത്തല്ലേ പാവം, അവൻ ശിഷ്യന്മാരുടെ കൂടെ നടന്നു. യേശു പറയുമ്പോൾ ചില അന്ധന്മാരെ യേശുവിൻ്റെ അരികിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ചില ശിഷ്യന്മാർ ആവശ്യമാണ്. സ്തോത്രം. ഫോളോ, മനസ്സിലായോ? യേശു എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഈ അന്ധന്മാരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ വിശ്വസ്തരായ പുരുഷന്മാരാവശ്യമാണ്, വിശ്വസ്തരായ സ്ത്രീകൾ ആവശ്യമാണ്, വിശ്വസ്തതയുള്ള ദൈവമക്കൾ ആവശ്യമാണ്. ശിഷ്യന്മാർ ചെന്നു, അവൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നു. അടുത്ത വാക്യം, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എന്താ നിനക്ക് വേണ്ടത്? നിൻ്റെ ആവശ്യം എന്താണ്? നിൻ്റെ ആവശ്യം എന്താണ്? അവൻ വേണമെങ്കിൽ പറയാം, കർത്താവേ, എനിക്ക് എൻ്റെ ആവശ്യം ഇന്ന് കാര്യമായിട്ട് ഭിക്ഷയൊന്നും കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഇരുന്നിട്ട് രാവിലെ മുതൽ ഇരുന്നിട്ട് ഇത്രയും നേരമായിട്ടും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് രൂപയാണ് വേണ്ടത്. നോ, അതല്ല അവൻ പറഞ്ഞത് എന്താണ്? കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. അവൻ പറയേണ്ടത് പറഞ്ഞു, പറയേണ്ടവനോട് പറഞ്ഞു, പറയേണ്ട സമയത്ത് പറഞ്ഞു. സ്തോത്രം. പറയേണ്ടവനോട് പറയേണ്ട സമയത്ത് അവൻ പറഞ്ഞു. ഭാഗ്യം. എനിക്ക് കാഴ്ച കിട്ടണം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആത്മകണ്ണ് തുറന്നു കിട്ടണമെന്ന് നിങ്ങൾ പറയണം. ആത്മീയ മനസ്സിലാക്കാനൊരു സുബോധം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുന്ന കർത്താവേ, ആത്മീയം മനസ്സിലാകുന്നില്ല, പ്രസംഗങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, എന്തെല്ലാമോ പറഞ്ഞു പോകുന്നുണ്ട്, ഒന്നും ഉള്ളിൽ കിടക്കുന്നില്ല, അവിടെ നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആത്മീയം മനസ്സിലാകുന്നില്ല. കർത്താവേ, എൻ്റെ കണ്ണും തുറന്നു തരണം. ആത്മീയ കണ്ണ് തുറന്നു തരണം, ആന്തരിക കണ്ണ് തുറന്നു തരണം, അകത്തെ കണ്ണ് തുറന്നു തരണം. അകത്തെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അകത്തെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ആത്മലോകം കാണാൻ സാധിക്കുകയുള്ളൂ. ആത്മലോകം, മരണശേഷമുള്ള നിത്യത, അങ്ങനെയൊന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ അകത്തെ കണ്ണ് തുറക്കണം. മരണശേഷം ഒരു നിത്യതയുണ്ട്. നാളെ പ്രഭാതത്തിൽ ആരൊക്കെയുണ്ട് ഈ ഭൂമിയിൽ? ആരറിഞ്ഞു? അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആവശ്യം ഈ മരണത്തിനപ്പുറത്തൊരു ലോകമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ഒരു നിത്യതയുണ്ട്, തിരികെ വരാത്ത ഒരു നിത്യത, തിരികെ വരാത്തൊരു അനന്തത, അതിരില്ലാത്ത ഒരു നിത്യത. ഈ നിത്യതയിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ ആ നിത്യതയിൽ ഒന്ന് സ്വർഗം, രണ്ട് നരകം. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. സ്വർഗത്തിൽ നാം എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സ്വർഗത്തിൽ നാം എത്തണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വകയായി തീരണം. യേശുക്രിസ്തുവിൻ്റെ വകയായി തീർന്നാൽ സ്വർഗത്തിലെത്താം. സ്നേഹിതരെ, സ്വർഗത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നൊരു വാഹനമുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്നൊരു വാഹനം, അതൊരു ജീവനുള്ള വാഹനമാണ്. ഹല്ലേലൂയ. അതൊരു ജീവിപ്പിക്കുന്ന വാഹനമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സ്വർഗത്തിലെത്തുന്ന വാഹനം വേണം. ഒരു തത്വചിന്തയിലേക്ക് പോയാൽ പോരാ, തത്വചിന്താധിഷ്ഠിതമായ തത്വശാസ്ത്രത്തിലേക്ക് പോയാൽ പോരാ, ലോജിക്ക് അല്ലെങ്കിൽ ഫിലോസഫി പഠിച്ചാൽ പോരാ, അത് സൈക്കോളജി പഠിച്ചാൽ പോരാ,
പ്രിയപ്പെട്ടവരെ, അതിൽ തിയോളജി പഠിച്ചാൽ പോരെ, യേശു ക്രിസ്തുവിലായിത്തീരണം. ടു ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായിത്തീരണം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണം. ക്രിസ്തുവിൽ പ്രവേശിച്ചാൽ നിങ്ങൾ ക്രിസ്തു ഉള്ളിടത്ത് നാം എത്തിച്ചേരും. ഇന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുക. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം, നിൻ്റെ ആശ പോലെ ഭവിക്കട്ടെ, വിശ്വസിക്കുക, നിൻ്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. അവൻ കണ്ണുകാഴ്ചയുള്ളവനായി തീർന്നു. പിന്നെ ഭിക്ഷ അയക്കാൻ പോയില്ല. യേശുവിൻ്റെ കൂടെ അവൻ യേശുവിനെ അനുഗമിച്ചു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളൊരു ചെറിയ യാതനയുണ്ട്. നിങ്ങൾ യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ അനുഗമിക്കണം. സഹോദരങ്ങളെ, ഞാൻ നിർത്തട്ടെ. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് കാഴ്ച കിട്ടണമോ? ആത്മീയമായൊരു കാഴ്ച കിട്ടണമോ? ഭർത്തിമായിയെ അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുത്തിയവൻ ഇന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് വരുത്തുവാൻ ആഗ്രഹത്തോടെ നിൽക്കുന്നു. പ്രകാശത്തിൻ്റെ ഉടയവൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നിരിക്കുകയാണ്. ഇന്ന് പ്രകാശത്തിൻ്റെ അധിപതി നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. പ്രാർത്ഥിക്കൂ. ഇപ്പോൾ തന്നെ കരങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കൂ. യേശുവിൻ്റെ കൈകളിലേക്ക് കരങ്ങൾ വെച്ച് കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഭാവി യേശുവിനെ ഏൽപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇരുകരവും നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാം. യേശു നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കട്ടെ. അത്യുന്നതൻ നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കട്ടെ. നിങ്ങളുടെ മെനഞ്ഞവൻ നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കട്ടെ. യേശുകളെ പിടിച്ച് എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിനെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധ റൂഹ് നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം പകരട്ടെ. സ്വർഗീയ കൃപകൾ നിങ്ങളുടെ മേൽ ഒഴുകി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സന്തോഷമുള്ള ഹൃദയം നിങ്ങൾ നോക്കി ആനന്ദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയമക്കളെല്ലാം കൂട്ടിച്ചേർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരെയും തുടരണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ കർത്താവേ. അപ്പോൾ അവിടുത്തെ അത്ഭുത സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ സ്നേഹത്തിൽ ഞങ്ങൾ കുളിക്കുവാനും ഈ സ്നേഹത്തിൽ ഞങ്ങൾ ഉല്ലസിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.